തരംഗപ്രചാരണം നടക്കപ്പെടുകയാണ് ബീഹാറിൻ്റെ പല മേഖലകളിലും. കാരണം അടുത്തു കഴിഞ്ഞു. നവംബർ 6-നാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്, മറ്റൊന്ന് 11-ന്. അങ്ങനെ 2 ഘട്ടങ്ങളിലായിട്ട് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മഹാഗഠബന്ധൻ വലിയ നേട്ടമൊക്കെ കൊയ്യുമെന്ന് RJD പ്രഖ്യാപിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി അങ്ങനെ പറയുന്നതായിട്ട് ഞാൻ ഒരിടത്തും കേട്ടിട്ടില്ല. പക്ഷേ NDAയുടെ അവകാശവാദം ഇതൊന്നുമല്ല. ഇപ്രാവശ്യം BJP ഭരിക്കും, NDA എന്നല്ല, BJP ഭരിക്കും ബീഹാർ എന്നാണ് പറയപ്പെടുന്നത്. താങ്കളുടെ ഒരു രാഷ്ട്രീയ നിരീക്ഷണം എങ്ങനെയാണ് ഇതിനെക്കുറിച്ച്? ബീഹാർ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും മുഴുവൻ ജനങ്ങളും ഒരുപക്ഷെ വിദേശ രാജ്യങ്ങൾ പോലും ബീഹാറിൻ്റെ തെരഞ്ഞെടുപ്പിന് ഇത്തവണ ഒരു പ്രാധാന്യവും പ്രത്യേകതയും കൽപ്പിക്കും. കാരണം 10-25 സീറ്റിൻ്റെ മാത്രം വ്യത്യാസത്തിലാണ് നരേന്ദ്രമോദിയുടെ 3ാം ഗവൺമെൻറ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ആ ഗവൺമെൻറ്റിൻ്റെ നിലനിൽപ്പിനെ വരെ അനുകൂലവും പ്രതികൂലവുമായി ബാധിക്കാവുന്ന ഒരു റിസൾട്ടായിരിക്കും. ആ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ BJP ഭരിക്കും എന്ന് പറയാൻ കാരണം നിതീഷ് കുമാറിൻ്റെ നിലപാടിനോട് ഒരു പക്ഷേ ബീഹാറിൽ കഴിഞ്ഞ എത്രയോ പ്രാവശ്യമായി 20 വർഷമായി അദ്ദേഹം 2 മുന്നണിയുടെയും കോൺഗ്രസിൻ്റെ കൂടെയും BJPയുടെ കൂടെയും നിന്നിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കൃത്യമല്ല എന്നുള്ളതും അവിടുത്തെ ജനങ്ങൾക്കറിയാം. അപ്പം അതുകൊണ്ടാണ് BJP ഭരിക്കും എന്നുള്ള ഒരു മുദ്രാവാക്യം. BJP നോക്കൂ, ഞങ്ങൾ സ്ഥിരമായി 3ാമത്തെ തവണയും ഭരിക്കുകയാണ്, അതുകൊണ്ട് അതുപോലെ സ്ഥിരതയുള്ള ഒരു ഭരണം, ഞങ്ങളുടെ ഒരു മുഖ്യമന്ത്രി വരും എന്ന്, മുഖ്യമന്ത്രി BJPയുടേതാകും എന്നുള്ള ഒരു പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തുന്നത്. ഇപ്പുറത്ത് ഇന്ത്യ സഖ്യത്തിന് ഒരു മുന്നേറ്റവും ജനങ്ങളുടെ ഇടയിൽ പ്രതീക്ഷയും ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിന് ഒരു സംശയവുമില്ല. അവിടെ ഒരു വലിയ ഒരു പ്രതീക്ഷ ഉണ്ടാക്കിയത് രാഹുൽ ഗാന്ധിയും തേജസ്വിയും കൂടെ, അവർ 2 പേരും കൂടെ നല്ല ഒരു ടീമായിട്ടാണ് ആ റാലി മുഴുവൻ നടത്തിയത്. വോട്ട് അധികാരി റാലിയും ഒക്കെ, വോട്ട് ചോരി റാലിയും ഒക്കെ അവർ 2 പേരും, അതായത് ഒരു പാർട്ടിയിലുള്ള 2 വ്യക്തികൾ, അതിനേക്കാൾ വലിയ ഒരു കെമിസ്ട്രി അവർ തമ്മിൽ ഉണ്ടായി. അത് ആളുകൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത്തവണ ഇന്ത്യ സഖ്യത്തിന് ഒരു അപ്പർ ഹാൻഡ് ഇതുവരെ അവിടെ ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പക്ഷേ ചെറിയ വേറെ പല പാർട്ടികളുമുണ്ട്. അവിടെ ഇപ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് കേരളത്തിൻ്റെ ഒരു രീതിക്ക് ഇവിടെ നിന്നുകൊണ്ട് നമ്മൾക്ക് വിലയിരുത്തുമ്പോൾ ഈ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ തമ്മിൽ മത്സരിക്കുന്നില്ലേ, അത് വോട്ടിനെ ബാധിക്കില്ലേ, അപ്പോൾ അത് BJPക്ക് ഗുണകരമാകില്ലേ എന്നുള്ള ഒരു ചിന്ത കേരളത്തിൻ്റെ പൊളിറ്റിക്സിൽ നിന്ന് നോക്കുമ്പോൾ തീർച്ചയായിട്ടും. പക്ഷേ ബീഹാർ അങ്ങനെയല്ല. അവിടെ നമ്മൾ ഈ ബീഹാറിനെ കാണുന്നത് തന്നെ എങ്ങനെയാ? വിദ്യാഭ്യാസം കുറഞ്ഞ്, തൊഴിലില്ലായ്മ കൂടിയ, സാക്ഷരത കുറഞ്ഞ ഒരു ഇന്ത്യയെ 28 സംസ്ഥാനങ്ങളിൽ ഏറ്റവും ലാസ്റ്റ് ഒരു സംസ്ഥാനം എന്നുള്ള നിലയിലാണ് കാണുന്നത്. അപ്പം അതിൽ നിന്നൊരു മോചനം, ഇപ്പം ഈ നിതീഷ് കുമാർ ഇത്രയും വർഷം തുടർച്ചയായി ഭരിച്ചിട്ടും ആ സ്ഥാനത്തിന് മാറ്റം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ തുടർച്ചയായി ഈ തോൽക്കുന്ന ഒരു ടീമിൻ്റെ കൂടെ നിൽക്കാൻ സ്വാഭാവികമായി ജനങ്ങൾ ആഗ്രഹിക്കില്ല. അല്ല, തുടർച്ചയായെന്ന് വെച്ചാൽ ഇപ്പം നിതീഷ് കുമാർ കഴിഞ്ഞ 5 വട്ടമായിട്ട് അവിടുത്തെ മുഖ്യമന്ത്രിയാണ്. അതെ, പല പാർട്ടികളിലാണെങ്കിൽ കൂടി 5 വട്ടമായിട്ട് അവിടുത്തെ മുഖ്യമന്ത്രിയാണ്. സ്ത്രീകളുടെ വോട്ടുകളിൽ പലപ്പോഴും അദ്ദേഹത്തിന് ഗണ്യമായ വർധനവുണ്ടാകാറുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ ഈ താങ്കൾ പറഞ്ഞല്ലോ RJDയും അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം എന്ന് പറയപ്പെടുന്ന ഇന്ത്യ രാഹുൽ ഗാന്ധിയൊക്കെ നയിക്കുന്ന ഇന്ത്യ സഖ്യം സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു അപ്പർ ഹാൻഡ് കിട്ടിയിട്ടുണ്ടെന്ന് പറയപ്പെടുമ്പോൾ ആ അപ്പർ ഹാൻഡ് എന്ന് പറയപ്പെടുന്ന ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പിടിച്ച അധികാരത്തിലെത്താമെന്ന് വിശ്വസിക്കുന്ന അതാണോ, അതിനെയാണോ? അല്ല, കാരണം ഇതുവരെ ന്യൂനപക്ഷങ്ങൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ്. അതെ, ന്യൂനപക്ഷങ്ങൾ എന്നും BJPക്ക് എതിരായി നിലകൊള്ളൂ എന്നുള്ളതാണ് നമ്മളുടെ ഒരു കാഴ്ചപ്പാട്. കാരണം അവരുടെ ആശയപരമായ നിലപാട് വെച്ചിട്ട് അങ്ങനെ പറ്റൂ. പക്ഷേ അങ്ങനെയല്ല പലപ്പോഴും സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പുകളൊക്കെ കൃത്യമായി വോട്ട് ചെയ്യുന്നത് തന്നെയാണോ എണ്ണപ്പെടുന്നതെന്നൊക്കെയുള്ള സംശയം പോലും ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ന്യൂനപക്ഷങ്ങൾ ഒന്നടങ്കം ഇന്ത്യ സഖ്യത്തിന് വോട്ട് ചെയ്യും എന്നുള്ളതിലുപരി
ഒരു മാറ്റം അവിടെ എന്തായാലും വരണം എന്നുള്ള ചിന്തയ്ക്കായിരിക്കും പ്രാധാന്യം അല്ല, ഉണ്ടാകും. ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് എന്ന് പറയപ്പെടുമ്പോൾ അങ്ങനെ BJPക്ക് ലഭിക്കില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സവർണറുടെ വോട്ട് മാത്രമാണ് ലഭിക്കുന്നതുണ്ടെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയാണ് 80 സീറ്റുകൾ അവർക്ക് നേടാൻ കഴിഞ്ഞത്? അല്ല, അങ്ങനെ അല്ല എന്നുള്ളതാണ്. അപ്പൊ അതേ അങ്ങനെയാണെങ്കിൽ ഇപ്രാവശ്യവും BJP പറയുന്ന കണക്കുകളല്ലേ കുറച്ചുകൂടി? അല്ല, അതിന് വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഏതൊരു ഗവൺമെന്റ് ആയാലും നമ്മൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. തുടർച്ചയായി ഒരേ ആള് തന്നെ ഭരിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ അവരുടെ ജീവിത രീതികളിൽ വരുത്താൻ കഴിയുന്നില്ലെങ്കിൽ ഇനിയിപ്പോൾ ഈ പാർട്ടിക്ക് ഈ ആളിന് വോട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, ഭരണവിരുദ്ധ വികാരം എപ്പോഴും ഭരിക്കുന്ന പാർട്ടിക്ക് ഉണ്ടാകാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നിതീഷ് കുമാറിനെതിരായിട്ടായിരിക്കും അത്തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുക. താങ്കൾ പറഞ്ഞ പോലെ 3 പ്രാവശ്യമായിട്ട് ഞങ്ങൾ കേന്ദ്രം ഭരിക്കുന്നുണ്ട്, കാണുന്നില്ലേ ഇത്രയും പ്രവർത്തനങ്ങൾ എന്നുള്ള തരത്തിലുള്ള ഒരു ചിന്താഗതിയിലാണല്ലോ BJP വീണ്ടും അധികാരത്തിലേക്ക് എത്തുമെന്ന് പറയപ്പെടുന്ന ആ ഒരു സാധ്യതയെ തള്ളിക്കളയാൻ കഴിയും. അല്ല, അവിടെ അതൊരു കാര്യമുണ്ട്. BJP ഒറ്റയ്ക്കല്ലല്ലോ, BJP കൂടെ സഖ്യകക്ഷിയായിട്ട് ഇദ്ദേഹം ഇല്ലേ ഉണ്ട് എന്ന് മാത്രമല്ല, ഇതിപ്പം BJP അങ്ങനെ പറയുന്നെങ്കിലും വോട്ടെണ്ണി തീരുമ്പോൾ ഈ പറയുന്ന നിതീഷ് കുമാറിൻ്റെ സപ്പോർട്ടോട് കൂടിയേ BJPക്ക് ഗവൺമെൻറ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അദ്ദേഹം തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായി വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകാതെ നിതീഷ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് BJPയെ സപ്പോർട്ട് ചെയ്ത് മുഖ്യമന്ത്രിയാകാനോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സപ്പോർട്ടോടുകൂടി BJP മുഖ്യമന്ത്രിയാകാനോ ഉള്ള ഒരു സാഹചര്യം കൊടുക്കരുത് എന്നുള്ള ചിന്ത ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ RJDയെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. ആ രീതിയിൽ ജനങ്ങൾ, ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ളവർ, ന്യൂനപക്ഷങ്ങൾക്ക് RJDയോട് എതിർപ്പൊന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങളും അല്ലാതുള്ളവരും ഒക്കെ തന്നെ ഒരു ചേഞ്ച് എന്നുള്ള നിലയിലാണ് നമ്മൾ അതിനെ അവിടെ RJDക്ക് വോട്ട് ചെയ്യുന്നതാണ് താങ്കൾ പറഞ്ഞത്. തീർച്ചയായും ഞാൻ ഇവിടെ ഒരു കാര്യം പറയാം. നമുക്ക് ഈ BJPയുമായിട്ട് ബന്ധപ്പെട്ട് NDA സഖ്യത്തിനകത്ത് താങ്കൾ പറഞ്ഞത് ശരിയാണ്. നിതീഷ് കുമാറിനെ ചവിട്ടി പുറത്താക്കുക എന്നുള്ള അവരുടെ ലക്ഷ്യമാണ്, നിഗൂഢമായിട്ടുള്ള ലക്ഷ്യമാണ്. അത് മിക്കവാറും ഈ തെരഞ്ഞെടുപ്പോട്ട് നടപ്പിലാക്കുവാനും NDA ശ്രമിച്ചേക്കും. അത്രയും അമിത്ഷാ പോലൊരു ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് ചാണക്യൻ വളരെ കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലുകൾ തന്നെയാണ് അത് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ 80 സീറ്റിൽ നിൽക്കുന്ന BJPക്ക് ചിലപ്പോൾ ഒരു 90 സീറ്റ് വരെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവർക്ക് പിന്നെ അവിടെ ഈ പറയുന്ന പോലെ വലിയ സീറ്റുകളുടെ ആവശ്യമില്ല. ചിരാഗ് പാസ്വാൻ ഒരു 10-15 സീറ്റുകൾ നേടിയെടുത്താൽ പോലും ഇവർക്ക് ഭരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് എത്താം. ഇനി അഥവാ അങ്ങനെ എത്തുന്നില്ലെങ്കിൽ കൂടി നിതീഷ് കുമാറിനെ വേണമെങ്കിൽ JDUവിനെ പുലർത്താം. അതാണല്ലോ ശീലം, അതാണല്ലോ നടന്നു വരുന്നത്. അങ്ങനെ ഒരു സാധ്യത അവിടെ ഉണ്ട്. അത് NDAക്കുള്ള സാധ്യത എന്ന് പറയുന്നതാണ്, അതായത് BJPക്കുള്ള സാധ്യത എന്ന് പറയുന്നത്. അതിലെത്രത്തോളം ശരിയുണ്ടാകുമെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? BJPയുടെ 80 എന്നുള്ളത് 90 ആകാം എന്നുള്ള രീതിയിലാണല്ലോ ശ്രീ ഗോപൻ പറഞ്ഞത്. അതെ അതെ, അത് തിരിച്ചും താഴോട്ടും പോകാം ആയിരിക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് എല്ലാം ഊഹിക്കാനും കണക്ക് കൂട്ടാനേ കഴിയുള്ളൂ. എങ്ങനെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഒന്നും പറയാൻ. BJPയുടെ പ്രതീക്ഷയാണ് ഞാൻ പ്രതീക്ഷയാണ്. അതായത് BJPക്ക് ഇപ്പോൾ 3ാം തവണ ഭരണം കിട്ടുകയും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ മിക്കവാറും ഒക്കെ ജയിക്കാൻ കഴിയുകയും ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഒരു പ്രതീക്ഷ അവർ വെച്ച് പുലർത്തുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ബീഹാർ പോലെയുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ സാഹചര്യം വെച്ചുകൊണ്ട് സ്വാഭാവികമായും ഇനിയും ഒരു പരീക്ഷണത്തിന്, കാരണം ഇപ്പോൾ 3 ഓപ്ഷനാണ് നിതീഷ് കുമാറിൻ്റെ മുമ്പിലുള്ളത്. RJDയുടെ ഇന്ത്യ സഖ്യത്തിൻ്റെ സപ്പോർട്ടോടുകൂടി മുഖ്യമന്ത്രി, BJPയുടെ സപ്പോർട്ടോടുകൂടി മുഖ്യമന്ത്രി. ഇത് രണ്ടും അല്ലാതെ സ്വന്തം നിലയിൽ എന്തായാലും മുഖ്യമന്ത്രി ആവാനുള്ള സീറ്റിൽ മത്സരിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ പോയാലും പണ്ട് കേരളത്തിലെ കേരള കോൺഗ്രസിൻ്റെയും RSPയുടെയും പറഞ്ഞ കണക്ക് ഏത് മുന്നണി വന്നാലും അവർ ഭരണത്തിൽ കാണും എന്ന് പറയുന്ന പോലെ ഏത് പാർട്ടിയുടെ സപ്പോർട്ടോടു കൂടിയും നിതീഷ് കുമാറിന് മുഖ്യമന്ത്രിയാകാൻ ഒരു തടസ്സവും നയപരമായിട്ടില്ല എന്നുള്ളത് കൊണ്ട് നിതീഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നും മാറ്റാനായിരിക്കും വലിയ കേരളത്തെ പോലെ അത്ര രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനമൊന്നും അല്ലെങ്കിൽ പോലും ഇത്രയും വർഷത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവിടുത്തെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പിന്നോക്ക വ്യത്യാസമില്ലാത്ത ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഒപ്പം ഈ ഒറ്റപ്പെട്ട ചില സീറ്റുകളിൽ, കുറച്ച് സീറ്റുകളിൽ മാത്രമേ ഈ പറഞ്ഞ സഖ്യകക്ഷികൾ തമ്മിലുള്ള സൗഹൃദ മത്സരം നടക്കുന്നുള്ളൂ. അതിലും വലിയ പാളിച്ചകളൊന്നും ഉണ്ടാകില്ല. അതിപ്പോൾ ഈ പറഞ്ഞതുപോലെ ചില പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടി വിട്ടുകൊടുത്താലും കയറി മത്സരിക്കേണ്ടി വരുന്ന രീതിയിൽ അതിനെ കാണുകയായിരിക്കും നല്ലത്. എന്തായാലും നിതീഷ് കുമാർ വീണ്ടും
ഒരു മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഇവിടെ തേജസ്വിക്കാണ് കുറച്ചെങ്കിലും ശരി, സാധ്യത. അതാണ് താങ്കളുടെ ഒരു നിരീക്ഷണം എന്നുള്ളത്. എനിക്ക് ഒരു കാര്യം കൂടി അതിനകത്ത്, അതായത് ഈ ഇപ്പോൾ RJDയുടെ ഒരു യാത്ര എന്ന് പറയപ്പെടുന്നത് 150ഓളം സീറ്റുകളിൽ മത്സരിക്കുന്നു, 153 സീറ്റുകളിൽ കൊണ്ട് അവർ മത്സരിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അവരുടെ ലക്ഷ്യം എന്താണ്? 122 എന്ന് പറയപ്പെടുന്ന മാജിക് നമ്പർ ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് സ്വന്തമായിട്ട് ഭരിക്കുക. അവിടെ കോൺഗ്രസിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള ഒരു സന്ദേശം അതിനകത്ത് നൽകുന്നുണ്ടല്ലേ? അല്ല, അവിടെ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് മുന്നണിയായിട്ട് ഇന്ത്യ മുന്നണി വരുന്ന എവിടെയും കോൺഗ്രസിന് ഭരണത്തിൽ കൊണ്ടുവരിക എന്നുള്ളതൊന്നും അല്ല ഇവരുടെ ആരുടെയും ലക്ഷ്യം. കോൺഗ്രസിനോടൊപ്പം നിന്ന് പ്രാദേശിക പാർട്ടിക്ക് ഭരണം കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിപ്പോൾ അവിടെ മാത്രമല്ല, എവിടെയും അങ്ങനെയാണ്. അതാകെ നടക്കാത്തത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളിടത്ത് എല്ലാം ഇപ്പം തമിഴ്നാട്ടിൽ DMK അല്ലേ, കോൺഗ്രസിൻ്റെ പിന്തുണയല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവിടെയും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. പിന്നെ കോൺഗ്രസ് ഇവിടെ എടുത്തിരിക്കുന്ന നിലപാട് എന്താണെന്ന് വെച്ചാൽ, മുഖ്യമന്ത്രി ആരും ആയിക്കൊള്ളട്ടെ, ഭരണം നിതീഷ് കുമാറിൽ നിന്നും BJPയിൽ നിന്നും മാറ്റി ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു ഗവൺമെൻറ്റിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അക്കാര്യത്തിൽ നമ്മൾ ഈ കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യാത്ത പാർട്ടിയാണെന്നൊക്കെ പൊതുവെ പറയുമെങ്കിലും കേരളത്തിൽ തന്നെ 37 MLA-മാരുണ്ടായിരുന്നപ്പോൾ കോൺഗ്രസ് CPIയുടെ അച്യുതമേനോൻ 17 സീറ്റുള്ള അച്യുതമേനോനെയാണ് മുഖ്യമന്ത്രിയാക്കിയത്. അപ്പോൾ അതിന് കോൺഗ്രസ്സിന് അതൊരു ബുദ്ധിമുട്ടില്ല. AK ആൻ്റണി മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞപ്പോൾ PK വാസുദേവൻ നായരെയാണ് മുഖ്യമന്ത്രിയാക്കിയത്. CH മുഹമ്മദ് കോയയെ 54 ദിവസം മുഖ്യമന്ത്രിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സഖ്യകക്ഷികൾക്ക് ഭരണം, മുഖ്യമന്ത്രി പദം അടക്കം വിട്ടുകൊടുക്കുന്നതിന് കോൺഗ്രസ്സിന് നയപരമായി ആശയപരമായിട്ട് അതിന് അവർക്ക് ബുദ്ധിമുട്ടില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒട്ടും ബുദ്ധിമുട്ടില്ല. BJP ഭരണം ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.